ഏകദേശം ഇതേ സിലബസ് തന്നെ ആവർത്തിച്ച് വന്നിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ ഡയറി ഫൈ ഇൻസ്ട്രക്ടർ പരീക്ഷ നമ്മുടെ പിള്ളേർ 1ാം റാങ്ക് അടക്കം ക്രാക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പരീക്ഷകൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയുള്ള സ്ട്രാറ്റജി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പിന്നെ എടുത്തു പറയുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ DMV ലാവേഴ്സിൻ്റെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസ് ആണ്. സിലബസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഇതുവരെ തുടങ്ങാതിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പോൾ തുടങ്ങിയ ആൾക്കാർക്കും എത്രത്തോളം ആയി, ഇനി എന്തെല്ലാം കവർ ചെയ്യാനുണ്ട്, ഏതൊക്കെ മേഖല ടച്ച് ചെയ്യണം എന്നുള്ള എല്ലാ കീ ഇൻഫർമേഷൻസും നമുക്ക് ഈ സിലബസിൽ അനാലിസിൽ ഉണ്ടായിരിക്കും. ഇത് അവസാന നിമിഷം വരെയും കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു DMV ലാവേഴ്സിൻ്റെ പരീക്ഷയിലും സഹകാരി ഒരു പ്രതിജ്ഞ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഡയറി ഫൈ ഇൻസ്ട്രക്ടർ സ്റ്റേറ്റ് ടോപ്പർ സഹകാരി വന്നതുപോലെ ഇവിടെയും സ്റ്റേറ്റ് ടോപ്പറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിവേഴ്സ് റിവിഷൻ്റെ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് ജോലി എന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മെഡിക്കൽ വിദ്യാഭ്യാസം കൈയാളുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് DME. DMEയിലേക്ക് ഒരുപാട് കോളേജുകളുണ്ട്. ഈ കോളേജുകളിലേക്കുള്ള ലാബുകളിലെ ലബോറട്ടറി അസിസ്റ്റന്റ് ജോബാണ്. ഒരിക്കലും നമുക്ക് ഈ ജോബ് എന്ന് പറയുമ്പോൾ ലബോറട്ടറികൾ ടെസ്റ്റിംഗ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നമ്മൾ പണ്ട് +2 പഠിച്ചിട്ടില്ലേ, ആ സമയത്ത് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ ഉണ്ടായിരുന്നില്ലേ, നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബ് തരുന്ന, നമ്മുടെ കോഷൻ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് വയ്ക്കുന്ന ഒരു ചേട്ടൻ ചേച്ചി അല്ലേ, അതേപോലത്തെ ജോബാണ് നമ്മുടെ ജോബ്. നല്ല രസകരമായിട്ടുള്ള ജോബാണ്, വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ജോബാണ്. എപ്പോഴും ടീച്ചറെ പോലെ തന്നെ അല്ലേ, ടീച്ചറെ പോലെ കുറേ കുട്ടികളുടെ അടുത്തായിരിക്കും നമ്മൾ ഇടപഴകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ മനോഹരമായിട്ട് പഠിച്ചു പോകാം. സിലബസിലേക്ക് കടക്കാം. നോക്കാം. ഒന്നാമത്തെ പാർട്ട് MLT ആണ്. പൊതുവെ ഒരു +2 സയൻസ് പഠിച്ച കുട്ടിക്ക് MLT മെഡിക്കൽ ലാബ് ടെക്നീഷ്യന് 50 മാർക്ക് എന്ന് കാണുമ്പോഴത്തേക്ക് തോന്നും, ഒരു ടെൻഷൻ തോന്നും. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഇത് എങ്ങനെ പഠിച്ചെടുക്കും അല്ലേ? ഇത് ഒരു എല്ലാവർക്കും തോന്നുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. പക്ഷേ അത് എത്രത്തോളം ലഘൂകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സിലബസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് MLTക്ക് ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവോ അത്? DMLTക്ക് മുന്നോടിയായിട്ടുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് ചില സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. നമ്മൾ +2 പഠിച്ച സമയത്ത് ചില കുട്ടികൾ ഈ MLTയുടെ ഒരു ബുക്ക് ഫസ്റ്റ് ഇയർ, ഒരു ബുക്ക് സെക്കൻഡ് ഇയറും പഠിച്ചു. അതിനോടൊപ്പം നമ്മളെപ്പോലെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എല്ലാം പഠിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ എന്ത് ചെയ്യാൻ പോകുന്നു? ആ പുസ്തകത്തിലെ ചില അധ്യായങ്ങളും അതിനകത്തുള്ള ചില സബ് ഹെഡുകളുമായിരിക്കും ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാം. അതുപോലെ ഇത്തരത്തിലുള്ള പരീക്ഷകൾ, ഈ സൈഡ് വൈസ് ആയിട്ടുള്ള പരീക്ഷകളുടെ പ്രത്യേകത എന്താണ്? നമുക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. നോക്കൂ, ഇവിടെ നമുക്ക് ഓരോ ടോപ്പിക് എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ഇത് മുന്നേയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുസ്തകത്തിൻ്റെ ഏത് ഭാഗത്ത് കിടക്കുന്നു കൃത്യമായിട്ട് അറിയാൻ പറ്റും. സാധാരണ PSC പരീക്ഷ പോലെ വലിച്ചു വാരി പഠിക്കേണ്ട, പറയുന്ന ആ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ് പ്രത്യേകത. നോക്കാം. 50 മാർക്കിന് എന്താണ്? പാർട്ട് 1 MLT. അതിൽ മൊഡ്യൂൾ 1 ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ VHSലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. അവിടെ നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ്, ലബോറട്ടറിയിൽ സ്വതവേ ഉപയോഗിക്കുന്ന കെമിക്കൽസിനെ കുറിച്ചുള്ള അറിവ്. ഇനി ഹസാർഡ് സിമ്പിൾസ് ഉണ്ട്. ഓരോ കെമിക്കൽ ബോട്ടിൽസിലും വയ്ക്കുന്ന ചില സിമ്പിൾസ് ഉണ്ട്. അതായത് കീപ്പ് ഔട്ട് ഓഫ് ചിൽഡ്രൻ, അതുപോലെ നമുക്ക് എന്താണ് ഇലക്ട്രോ ആക്ടിവിറ്റി ഉള്ളതിൻ്റെ സിമ്പിൾസ് എന്താണ്, അതിൻ്റെ വാർണിംഗ് സിമ്പിൾസ്. അവിടെ നമ്മൾ എടുത്തിരിക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസും അതുപോലെ സ്റ്റോറേജ് ഗൈഡ് ലൈൻസും, ഓരോ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഇനി ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർ. ഒത്തിരി ഗ്ലാസ് വെയർ നമ്മൾ ലബോറട്ടറി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എന്താണ്? പിപ്പറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, സ്ലൈഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കൾച്ചർ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അത് തന്നെ ബ്ലഡൊക്കെ കലരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് ആണ് അടുത്തായിട്ട് പഠിക്കേണ്ടത്. ഇതെല്ലാം പക്ക പ്യൂർ തിയറിയാണ് കേട്ടോ, പേടിക്കേണ്ട. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻസ് യൂസ്ഡ് ആൻഡ് ബയോസേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് സ്പെസിമെൻ സ്പില്ലേജ്. അതായത് സ്പെസിമെൻ, നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ നമ്മൾ എവിടെയെങ്കിലും സ്പില്ലായി കഴിഞ്ഞാൽ, ബ്ലഡ് ഒരു സ്പെസിമെനാണ്, അതുപോലെ യൂറിൻ ഒരു സ്പെസിമെനാണ്, അത് സ്പില്ലായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ബയോസേഫ്റ്റി പ്രിക്കോഷൻസിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ അവിടുത്തെ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷനെ കുറിച്ച് പഠിക്കണം. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ ഒരു ലബോറട്ടറിയിൽ, അതായത് മെഡിക്കൽ ലബോറട്ടറി എടുക്കുന്ന മിക്കവാറുമുള്ള എല്ലാ സാധനങ്ങളും പിന്നെ ഉപയോഗം കഴിഞ്ഞാലും ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് അല്ലേ? നമുക്ക് ഉദാഹരണത്തിന് സ്പ്യൂട്ടാണെന്നുണ്ടെങ്കിലും സ്റ്റൂളാണെന്നുണ്ടെങ്കിലും യൂറിനാണെങ്കിലും ഒക്കെ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകളാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റ്. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം? കാറ്റഗറൈസ് ചെയ്യണം. ബയോമെഡിക്കൽ വേസ്റ്റിനെ കാറ്റഗറൈസ് ചെയ്യണം. അവിടെ കളർ കോഡിംഗ് എന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കളറിലുള്ള അതിനുള്ള കണ്ടെയ്നറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കളക്ഷനും ട്രാൻസ്പോർട്ടേഷനും ഡിസ്പോസലുമാണ് അടുത്തായിട്ട് പഠിക്കാനുള്ളൊരു മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും. അടുത്തത് ബേസിക് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ഫോർ കട്ട്സ് ആൻഡ് ബ്രൂയിസസ് ബേൺ ഇഞ്ചുറി. അതായത് ഒരു ലബോറട്ടറിയിൽ നടക്കാൻ സാധ്യതയുള്ള എന്തൊക്കെയാണ് ഇഞ്ചുറീസ്, എന്തൊക്കെയാണ് മക്കളെ? കൈ മുറിഞ്ഞു പോകാം, അല്ലെങ്കിൽ വേറെ മുറിവുകൾ സംഭവിക്കാം, ഉരഞ്ഞ മുറിവ്, ബ്രൂയിസസ്, അല്ലെന്നുണ്ടെങ്കിൽ ബേൺ ഇഞ്ചുറി, പൊള്ളലുകൾ ഉണ്ടാവാം പലതരത്തിലല്ലേ? ചൂട് കൊണ്ട് മാത്രമല്ല, ആസിഡുകളൊക്കെ വീണ് പൊള്ളലുണ്ടാവാം. ഇതൊക്കെ നടക്കുമ്പോൾ
സ്വീകരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇനി എന്താണ് സാമ്പിൾ കളക്ഷൻ പ്രോസസിങ്, അതിനകത്ത് ബാർ കോഡിംഗ്, സേഫ്റ്റി പ്രിക്കോഷൻസ്, പ്രോസസിങ് ഓഫ് സാമ്പിൾസ് എക്സെട്ര. അതായത് നമുക്ക് ഒരു സാമ്പിൾ കളക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് ബാർ കോഡ് ചെയ്യണം, അതുപോലെ സാമ്പിൾ സ്പില്ലാവായിക്കുള്ള സേഫ്റ്റി പ്രിക്കോഷൻ സ്വീകരിക്കണം, അതിന്റെ പ്രോസസിങ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി കോമൺ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ഇൻ ലബോറട്ടറീസ്, ഏതൊക്കെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ്, ഇൻക്യുബേറ്ററുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ബാക്ടീരിയൽ കൾച്ചറൊക്കെ വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള അവയ്ക്ക് വേണ്ടിയിട്ട് അകാർ മീഡിയം എല്ലാം കൊടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ എന്താണ് മറ്റുള്ള എല്ലാ കണ്ടീഷൻസും സെറ്റായി കൊടുക്കുമ്പോൾ അവിടെ ഇൻക്യുബേഷൻ സംഭവിക്കും അല്ലേ. ഇൻക്യുബേറ്റർ, സെൻട്രിഫ്യൂജ് അല്ലേ, സെൻട്രിഫ്യൂജ് നമുക്ക് ഈ സാധനങ്ങൾ വേർതിരിക്കാനുള്ള സാധനമാണ്. അതുപോലെ സെമി ആട്ടോ അനലൈസർ, കലോറിമീറ്റർ അല്ലേ, മൈക്രോ പിപ്പറ്റ്സ്, ഇങ്ങനെയുള്ള കോമൺ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇനി ഡിസ്റ്റിലേഷൻ ആൻഡ് ഡീ അയണൈസേഷൻ അപ്പാരറ്റസ് ആൻഡ് യൂസ്. ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാറ്റൽ തന്നെയാണല്ലേ. നമുക്ക് വെള്ളത്തിന് കൃത്യമായിട്ട് അല്ലേ, വെള്ളത്തിന് മാത്രമല്ല എന്ത് സാധനത്തിനും ഡിസ്റ്റിൽ ചെയ്തെടുക്കാനും അതുപോലെ ഡീ അയണൈസേഷൻ അപ്പാരറ്റസും അതിൻ്റെ ഉപയോഗങ്ങളും. ഇനി ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം, LMS എന്ന് പറഞ്ഞ സിസ്റ്റം നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഇത്രയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ 10 മാർക്കിന്. ഇനി നോക്കാം അടുത്തത് ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി എന്ന് പറയുന്ന മൊഡ്യൂളാണ് 10 മാർക്കിന് കേട്ടോ. നോക്കൂ, മെത്തേഡ്സ് ഓഫ് ബ്ലഡ് കളക്ഷൻ ആദ്യം. എന്താ ബ്ലഡ്? നമുക്കറിയാം രക്തം. ഫ്ലിബോട്ടമി, ആ വാക്കിന് നമുക്കൊന്ന് ചിരിക്കാം. ഫ്ലിബ് എന്ന് പറയുമ്പോഴത്തേക്കും രക്തക്കൊഴെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ടൊമി എന്നാൽ പഞ്ചർ, കുത്തിടുക കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് തന്നെ വന്നിരിക്കുന്നത് കാപ്പിലറി പഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മുടെ ഈ എന്താണ് ഷുഗറൊക്കെ നോക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും കയ്യിലൊരു കുത്തൂല, കുത്തുമ്പോഴത്തേക്കും ബ്ലഡ് കിട്ടും, അതങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് ഷുഗറിന്റെ എന്ത് കിട്ടും, അളവ് കിട്ടും. ഇനി ആർട്ടീരിയൽ പഞ്ചർ, നമുക്കറിയാം ആർട്ടറി ഉണ്ട് വെയിനും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ആർട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഹൃദയത്തിൽ നിന്നും രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന കുഴികളാണ് ആർട്ടറി എന്ന് പറയുന്നത്. വെയിൻ എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് രക്തം തിരിച്ചു കൊണ്ടുപോകുന്നതിന് വെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ആർട്ടറിയും നമ്മൾ പലപ്പോഴും പഞ്ചർ കുത്തിടാറുണ്ട്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും വെയിനിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, പഞ്ചർ ചെയ്യുന്നത്. കാരണം വെയിൻ എപ്പോഴും എന്താണ്, നമുക്ക് ബ്ലഡ് നമ്മുടെ പുറമെ അല്ലേ, പെരിഫറലായിട്ട് നമുക്ക് വെയിൻസ് കിട്ടും. ഓക്കെ, ആർട്ടറി എപ്പോഴും ഉള്ളിലായിരിക്കും. അപ്പോൾ ഈ ആർട്ടീരിയൽ പഞ്ചറും വീനസ് പഞ്ചറും ഏതൊക്കെ സിറ്റുവേഷനിൽ ചെയ്യണം, ഇതെങ്ങനെ ചെയ്യും, ഇതിന്റെ തിയറി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വാക്യൂട്ടൈനറും കളർ കോഡ്സ് ഫോർ വയേഴ്സും. എന്താ വാക്യൂട്ടൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലാബിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചില ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബ് പോലെ സാധനം, അതിൻ്റെ മുകളിൽ ഒരു അടപ്പും കാണും. ഇതിനകത്ത് വാക്വം ആയിരിക്കും, മനസ്സിലായില്ലേ? ഈ വാക്വം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, നമുക്ക് ആ സൂചി വെച്ച് കുത്തുമ്പോഴത്തേക്ക് അതിനകത്ത് വാക്വം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വലിക്കാതെ തന്നെ ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സാധനമാണ് വാക്യൂട്ടൈനർ എന്ന് പറയുമ്പോഴത്തേക്ക്. ബ്ലഡ് വലിച്ചെടുക്കാനുള്ള സാധനം, അത്രയേ ഉള്ളൂ. അതിൻ്റെ കളർ കോഡ് കാര്യങ്ങൾ പഠിക്കണം. ഇനി സൈഡ്സ് ഓഫ് ബ്ലഡ് കളക്ഷൻ, എവിടെയൊക്കെ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സൈഡ്സ് എവിടെയൊക്കെയാണ്, അതുപോലെ ക്യാപ്പിലറിയും വെയിനും എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻറ്റി കൊയാഗുലൻസ് യൂസ്ഡ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് കട്ടിയായി പോകും. അത് കട്ടിയാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആൻറ്റി കൊയാഗുലൻസ് ഉപയോഗിക്കണം അല്ലേ. ആൻറ്റി കൊയാഗുലൻസ് പ്രധാനമായിട്ട് ഏതാണ്, കൊയാഗുലൻ്റ് നമുക്കറിയാം വൈറ്റമിൻ കെയുടെ സഹായത്തിൽ മാത്രമേ നമുക്ക് എന്താവാറുള്ളൂ, രക്തം കട്ട പിടിക്കാറുള്ളൂ. വൈറ്റമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാ മക്കളെ, അറിയാമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമുക്കറിയാം ഹെപ്പാരിൻ പോലുള്ള കുറേ ആൻറ്റി കൊയാഗുലൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ കൊയാഗുലേറ്റ് ചെയ്യാതെ നമുക്ക് സൂക്ഷിക്കേണ്ട ചില ബ്ലഡ് സാമ്പിൾ ഉണ്ട്. അവിടെ നമുക്ക് എന്താണ്, ചില വാക്യൂട്ടൈനറിൻ്റെ അകത്ത് തന്നെ ആൻറ്റി കൊയാഗുലൻസ് ഉണ്ടാകും. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ആൻറ്റി കൊയാഗുലൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കണം. ഇനി ഐഡന്റിഫിക്കേഷൻ ഓഫ് ബ്ലഡ് സെൽസ് അല്ലേ. ബ്ലഡ് സെൽസ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റെയിനിങ് ചെയ്യണം അല്ലേ. വെറുതെ ബ്ലഡ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്റ്റെയിനിങ് ചെയ്യണം, അതായത് സെൽസിന് നിറം കൊടുക്കണം. അതിനുവേണ്ടി ലീഷ്മാൻ സ്റ്റെയിൻ പ്രൊസീജിയർ, അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ. ഇനി ബ്ലഡ് സെൽ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. RBC റെഡ് ബ്ലഡ് കോർപ്പസൽസ് അല്ലേ, WBC വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, ഇനി പ്ലേറ്റ്ലെറ്റ്സ്, ഇനി എന്താണ് ഐഡന്റിഫൈയിങ് ക്യാരക്ടേഴ്സ് ആൻഡ് നോർമൽ റേഞ്ച്. ഇതിൻ്റെ എല്ലാം ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കി ഐഡന്റിഫൈ ചെയ്യുന്ന പരിപാടിയുണ്ട്. അതിൻ്റെ എല്ലാം നോർമൽ റേഞ്ച് എത്രയാണെന്ന് ചോദിക്കും, സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണ്. അത് പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, അതുപോലെ WBC കൗണ്ട്, RBC കൗണ്ട് അല്ലെ, ന്യൂട്രോഫിലിൻ്റെ കൗണ്ട്, ലിംബോസൈറ്റിൻ്റെ കൗണ്ട്, ഇതെല്ലാം നമുക്ക് നോർമൽ റേഞ്ചും പഠിച്ചു വെക്കണം. അപ്പോൾ ആ 10 മാർക്കായി. അതായത് ഈ പറയുന്ന ഓരോ പോയിന്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ കേൾക്കുന്നതെന്ന് പോലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നോക്കാം അടുത്ത ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേര് തന്നെ ഉണ്ട്, എന്താണ്, രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി അല്ലേ. നോക്കാം, ഹെമറ്റോസൈറ്റോമെട്രി, അതായത് കൗണ്ടിങ് ചേമ്പർ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, നേരത്തെ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്, നമ്മൾ ബ്ലഡ് എടുത്ത് ഒരു സ്ലൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കവർ സ്ലിപ്പ് ഇട്ട് ഒന്ന് വരഞ്ഞ് അല്ലേ,
വരഞ്ഞ് അതിനൊരു നല്ലൊരു ഒരു സ്മിയർ ഉണ്ടാക്കിയിട്ട് അവിടെ ലീഷ്മാൻ സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനകത്തുള്ള സെല്ലുകളെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി എന്താണ് കൗണ്ടിങ്, അതായത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോർമൽ റേഞ്ചും അതായത് WBC കൂടുതലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മളിപ്പോൾ നോക്കൂലേ WBC കൊണ്ട് നോക്കൂലേ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കൂലേ, കൗണ്ട് നോക്കൂലേ, കൗണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നോർമൽ വാല്യൂ വേണം. നമ്മൾ എണ്ണുന്ന എണ്ണം ഈ നോർമൽ വാല്യൂവിൽ നിന്ന് കൂടുകയോ കുറയുകയോ വേണ്ടേ. അപ്പോൾ അതിനു വേണ്ടി എന്തുണ്ട്, കൗണ്ടിങ് ചേമ്പർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്ക് TLC നിങ്ങൾ കണ്ടിട്ടില്ല, TLC നോക്കാറില്ലേ നിങ്ങൾക്ക്, TLC ടോട്ടൽ സെൽ കൗണ്ട് നോക്കാറുണ്ട്. അപ്പോൾ നോക്കാം RBC WBC എണ്ണണം, പ്ലേറ്റ്ലെറ്റ് എണ്ണണം, അബ്സല്യൂട്ട് ഇസിനോഫിൽ കൗണ്ട് എണ്ണണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്സ്, നോർമൽ വാല്യൂസ്, അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കേണ്ടത് ആദ്യം ഹെമറ്റോളജിയിൽ. ഇനി ഇത് നിങ്ങൾ എനിക്കൊന്ന് 12ാം ക്ലാസ്സിൽ പലരും നമ്മൾ ഈ പറഞ്ഞ കൗണ്ടിങ് ചേമ്പർ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ അത് പണ്ട് കണ്ടിട്ടുണ്ട്. ഇനി റെട്ടിക്കുലോസൈറ്റ് കൗണ്ട്, അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ അല്ലേ, ഹീമോഗ്ലോബിൻ എത്രയാണെന്ന് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ എന്യൂമറേറ്റ് മെത്തേഡ്സ്, അതുപോലെ WHO റെക്കഗ്നൈസ് ചെയ്ത മെത്തേഡ്സ് ഉണ്ട്. ഇനി സയനോമെത്തനോഗ്ലോബിൻ മെത്തേഡ്സ് സിഗ്നിഫിക്കൻസ്, ഇനി PCV മെത്തേഡ്സ്, വിൻഡ്രോബ്സ് മെത്തേഡ്സ്, PCVയുടെ നോർമൽ വാല്യൂ അതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും, ESR എറിത്രോസൈറ്റ് സെഡിമെന്റ് റേറ്റ് അതിന്റെ മെത്തേഡ് അല്ലേ, അതുപോലെ അതിന്റെ നോർമൽ വാല്യൂവിന്റെ ക്ലിനിക്കൽ ESR കൂടിയാൽ എന്ത് കുഴപ്പം, കുറഞ്ഞാൽ എന്ത് കുഴപ്പം അല്ലേ. ഇനി ടെസ്റ്റ് ഫോർ കൊയാഗുലേഷൻ, അത് നമുക്ക് ബ്ലീഡിംഗ് ടൈം മെത്തേഡ്സ് ആൻഡ് നോർമൽ വാല്യൂസ് ഓഫ് ഡ്യൂക്സ് മെത്തേഡ്, അത് കൊയാഗുലേഷൻ ടൈം ടെസ്റ്റ് ചെയ്യും. അപ്പോൾ കൊയാഗുലേഷൻ ടൈം ടെസ്റ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബ്ലീഡിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ക്ലോട്ടിംഗ് ടൈം മെത്തേഡ്സ്, അവിടെ നോർമൽ വാല്യൂ അതിന്റെ കാപ്പിലറി ട്യൂബ് മെത്തേഡും പഠിക്കണം. ആട്ടോമേഷൻ, അതിന്റെ ആട്ടോമേഷൻ, ഹിമറ്റോളജി, അനലൈസർ, ഹിമോഗ്രാം, CBC അതിന്റെ പ്രിൻസിപ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും മാർക്കായി. ഇനി ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹിമറ്റോളജി 3 മാർക്കിന് വരുന്നുണ്ട്. നോക്കൂ, ബ്ലഡ് ഗ്രൂപ്പ്, ആൻറ്റിജൻസ് ആൻഡ് ആൻറ്റിബോഡീസ്, നമ്മൾ A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, O ഗ്രൂപ്പ് അല്ലേ, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ RH സിസ്റ്റം എല്ലാം കൃത്യമായിട്ട് പണ്ടേ നമ്മൾ വായിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ബ്ലഡ്, നമുക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് ബാങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളുണ്ട്. വെറുതെ ബ്ലഡ് എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. എന്ത് സംഭവിക്കും, അനാഫൈലറ്റിക് റിയാക്ഷൻ സംഭവിക്കും, അയാൾ കത്തുവോ അല്ലേ. നോക്കാം, ബ്ലഡ് ഗ്രൂപ്പ്, ആൻറ്റിജൻസ് ആൻഡ് ആൻറ്റിബോഡീസ്, ആൻറ്റിജനും ആൻറ്റിബോഡിയെ കുറിച്ച് പഠിക്കാനുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് പഠിക്കാനുണ്ട്. ഇനി ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് പഠിക്കാനുണ്ട്. സെൽ ഗ്രൂപ്പിംഗ് ആൻഡ് സീറം ഗ്രൂപ്പിംഗ്, സ്ലൈഡ് ആൻഡ് ട്യൂബ് മെത്തേഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കുഞ്ഞുനാളിലെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് എനിക്ക് തോന്നുന്നു 12ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ചെയ്തിട്ടുണ്ട്, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു 12ാം ക്ലാസ്സിൽ. ഇനി ട്രാൻസ്ഫ്യൂഷൻ ഫിബോട്ടമി നോക്കാം. അതായത് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഡോണർ സ്ക്രീനിങ്, അതായത് ഡോണറെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സ്ക്രീൻ ചെയ്യുക. ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ, നിങ്ങളിപ്പോൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു ഡോണർ സ്ക്രീനിങ് പ്രൊസീജിയർ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു പേപ്പർ തരും. ആ പേപ്പറിൽ എഴുതണം നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുന്നുണ്ടോ ചെയ്യാതിരിക്കുന്നുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് ഡോണറെ സെലക്ട് ചെയ്യുക. ഇനി ബ്ലഡ് ബാങ്കിൻ്റെ ഉപയോഗിക്കുന്ന ആൻറ്റി കൊയാഗുലൻസിനെ കുറിച്ച് പഠിക്കണം. ഇനി കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് ബ്ലഡ്, നമ്മൾ ബ്ലഡ് വെറുതെ എടുത്ത് ഇഷ്യൂ ചെയ്യോ ഇല്ല, അതായത് നമുക്ക് എൻ്റെ കോമ്പാറ്റബിലിറ്റി ബ്ലഡ് നമ്മൾ ഇയാൾ കയറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ബ്ലഡ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ഇനി ക്രോസ് മാച്ചിങ്, മൈനർ ആൻഡ് മേജർ, അതായത് 3 ഫേസസ് ഉണ്ട് ക്രോസ് മാച്ചിങ്ങിന്. ആ ഫേസിനെ കുറിച്ച് എല്ലാം പഠിക്കും. ക്രോസ് മാച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ബ്ലഡും തമ്മിൽ കൂടിച്ചേരുമോ ഇല്ല എന്നുള്ള കാര്യമാണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി 3ാമത്തെ മൊഡ്യൂൾ 15 മാർക്കിനാണ്. അവിടെ നോക്കാം, ആദ്യം ക്ലിനിക്കൽ പത്തോളജിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഞാനിങ്ങനെ വിശദമായിട്ട് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. നമുക്കിത് പഠിക്കുമ്പോഴത്തേക്കും വളരെ ലളിതമായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കാം, മൊഡ്യൂൾ 3 15 മാർക്കിന്, ഫസ്റ്റ് ക്ലിനിക്കൽ പത്തോളജി 5 മാർക്കിന്. അവിടെ നോക്കാം, ഫസ്റ്റ് അനാലിസിസ് ഓഫ് യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂൾ, സെമൻ, CSF. ഏതൊക്കെയാണ് പത്തോളജി വരുന്നത്, CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, ബ്രെയിനിൽ നിന്നുള്ള ഫ്ലൂയിഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സെമൻ നമുക്ക് പല ആവശ്യം കൊണ്ട് പരിശോധിക്കേണ്ടി വരും. സ്റ്റൂൾസ് പരിശോധിക്കേണ്ടി വരും. സ്പ്യൂട്ടം പരിശോധിക്കേണ്ടി വരും. യൂറിൻ പരിശോധിക്കേണ്ടി വരും അല്ലേ. ഇതൊക്കെയാണ് ക്ലിനിക്കൽ പത്തോളജി വരുന്നത്. അപ്പോൾ നോക്ക്, ടൈപ്സ് ഓഫ് സാമ്പിൾ അല്ലേ, എന്തൊക്കെ തരത്തിലുള്ള സാമ്പിളുകളെ കുറിച്ച് പഠിക്കണം. കളക്ഷൻ ഓഫ് സാമ്പിൾ, ഈ സാമ്പിളിൻ്റെ കളക്ഷൻ എങ്ങനെയാണെന്ന് പഠിക്കണം. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ടെക്നിക്സ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ എല്ലാം ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു രൂപം എങ്ങനെയാണ്, നല്ല കട്ടിയുള്ളതാണോ ഇല്ലാത്തതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി കെമിക്കലായിട്ടുള്ള അതിൻ്റെ ക്യാരക്ടേഴ്സ് പഠിക്കണം. അതുപോലെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ പഠിക്കണം. അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. പക്കാ തിയറിയാണ്. ഇനി അടുത്ത ബയോകെമിസ്ട്രിയിലേക്ക് പോകുമ്പോഴത്തേക്കും ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ആണ്. നോക്കൂ, ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ആദ്യം ടൈപ്സ് ഓഫ് സാമ്പിൾസ്, FBS ഫാസ്റ്റിംഗ് ബ്ലഡ് അല്ലേ, അതുപോലെ PPBS, RBS. മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ഏതൊക്കെയാണ്, എൻസൈമാറ്റിക് മെത്തേഡ് ആൻഡ് ഗ്ലൂക്കോമീറ്റർ,
ഡ്രൈ കെമിസ്ട്രി അല്ലേ, അതിൻ്റെ നോർമൽ വാല്യൂസ്, അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, റിലവൻസ് ഓഫ് HbA1c, HbA1cയുടെ റിലവൻസ്, HbA1c ആണ് നമുക്ക് എപ്പോഴും ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ, കുത്തി നോക്കി ടെസ്റ്റ് ചെയ്യുന്നത് HbA1c ആണ്. അപ്പോൾ അതിൻ്റെ റിലവൻസ് എന്താണ്, ബ്ലഡ് ഗ്ലൂക്കോസുമായി ബന്ധപ്പെടുത്തി റിലവൻസ് എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി RFT, അടുത്ത എന്താണ് RFT, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് നോക്കാം. എനുമറേറ്റ് ദ കോമൺ ടെസ്റ്റ് ഇൻക്ലൂഡ്, ഏതൊക്കെയാണ് കോമൺ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് ബ്ലഡ് യൂറിയ, സീറം ക്രിയാറ്റിനിൻ, അതിൻ്റെ നോർമൽ വാല്യൂസ്, ക്ലിയറൻസ് ടെസ്റ്റ്, യൂറിയ ആൻഡ് ക്രിയാറ്റിനിൻ. അപ്പോൾ പ്രധാനമായിട്ടും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നിയുമായിട്ട് ബന്ധപ്പെടുത്തി കിഡ്നിയുടെ പ്രവർത്തനം പരിശോധിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളാണ്. അടുത്ത LFT, ലിവർ ഫംഗ്ഷൻ, ലിവറിൻ്റെ പ്രവർത്തനം പരിശോധിക്കുന്ന ടെസ്റ്റുകളാണ്. എന്താണ് കോമൺ ടെസ്റ്റ് ഏതൊക്കെയാണ്, മെത്തേഡ്സ് യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ബിലിറൂബിൻ നമ്മൾ നോക്കണം അല്ലേ, അതിനകത്ത് മല്ലോയി ആൻഡ് എവലിൻ മെത്തേഡ് നോക്കണം. ഇനി ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ഇൻക്ലൂഡ് ലിപ്പിഡ് പ്രൊഫൈൽ അല്ലേ, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കണം. കോമൺ മെത്തേഡ്സ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് കൊളസ്ട്രോൾ അല്ലേ, കൊളസ്ട്രോളിൻ്റെ എങ്ങനെയാണ് കൊളസ്ട്രോൾ അളക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കണം. ഇനി അതർ പാരാമീറ്റേഴ്സ് ഓഫ് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് നോക്കാം. സീറം ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, നോർമൽ വാല്യൂ ആൻഡ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, അതായത് ഇത്രയും കാര്യങ്ങൾ സീറം ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ സോഡിയം, പൊട്ടാസ്യം ഇതെല്ലാം നമുക്ക് അളക്കണം. അതും അതിൻ്റെ നോർമൽ വാല്യൂസ് എത്ര വേണമെന്നോ അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും. ഇത്രയേ ഉള്ളൂ. ഓരോ ടെസ്റ്റ് അത് എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ നോർമൽ വാല്യൂ എന്താണ്, അതിൻ്റെ ക്ലിനിക്കലായിട്ടുള്ള കൂടിയാൽ എന്ത് കുഴപ്പം, കുറഞ്ഞാൽ എന്ത് കുഴപ്പം. ഇനി എന്താണ് കാർഡിയാക് മാർക്കേഴ്സ് പഠിക്കണം, അതുപോലെ ട്യൂമർ മാർക്കേഴ്സ് പഠിക്കണം. ഇനി ക്ലിനിക്കൽ ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് ആൻഡ് എൻസൈംസ് പഠിക്കണം. ഓക്കെ, ഇനി എന്താണ് ബയോകെമിസ്ട്രിയിലെ ഓട്ടോമേഷൻ ആണ്. നോക്കൂ, ഓട്ടോമേഷൻ, ടൈപ്സ് ഓഫ് അനലൈസർ, വേരിയസ് അസേ ടെക്നിക്സ്, POCT എല്ലാം പഠിക്കാനുണ്ട്. ഇനി നമുക്ക് നോക്കാം, അടുത്ത മൈക്രോബയോളജിയിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ബാക്ടീരിയ ആണ് നമ്മുടെ ആശാൻ അല്ലേ. നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് ബാക്ടീരിയയെ കുറിച്ച് ക്ലാസിഫിക്കേഷൻ അല്ലേ. നമുക്ക് റോ ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കോമ ടൈപ്പ്, വിബ്രിയോ അല്ലേ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ബാക്ടീരിയ നശിപ്പിച്ച് കളയണം അല്ലേ. അപ്പോൾ എന്താണ് ഹോട്ട് എയർ ഓവൻ ആദ്യം പഠിക്കണം, ഹോട്ട് എയർ ഓവൻ. അത് കഴിഞ്ഞ് ഓട്ടോക്ലേവ് എന്ന് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈ ഹീറ്റ് മെത്തേഡാണ്. ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോഴത്തേക്കും മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡാണ്. അതായത് നമുക്ക് നീരാവിയുടെ സാധ്യതയിലാണ് ഈ പറഞ്ഞ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. ഇനി അതിൻ്റെ ഓപ്പറേഷൻ പ്രൊസീജിയർ, പ്രിപ്പറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്, പ്രിക്കോഷൻസ് ടു ആൻഡ് യൂസ് അല്ലേ. അതായത് നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ആ സാധനങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ എന്താണ് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഡിസിൻഫെക്റ്റൻസ് ആൻഡ് ആൻറ്റിസെപ്റ്റിക്സ്, അതായത് ഇത് പറഞ്ഞത് മെത്തേഡാണ്. ഹോട്ട് എയർ ആവട്ടെ, ഓട്ടോക്ലേവ് ആവട്ടെ. അടുത്തെന്താണ്, ഇത് കുറച്ച് സബ്സ്റ്റൻസ് ആണ്. ആൻറ്റിസെപ്റ്റിക് ആവട്ടെ, ഡിസിൻഫെക്റ്റൻസ് ആവട്ടെ, അത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് സ്റ്റെറിലൈസേഷൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി കൾച്ചർ മീഡിയയെ കുറിച്ച് പഠിക്കാനുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് കൾച്ചർ മീഡിയ വിത്ത് എക്സാമ്പിൾ അല്ലേ. അതുപോലെ കൾച്ചർ മെത്തേഡ്സ്, സ്ട്രീക്ക് മെത്തേഡ്, സ്ട്രോക്ക് മെത്തേഡ്, സ്റ്റാഫ് മെത്തേഡ്, ലോൺ കൾച്ചർ മെത്തേഡ്, അനൈറോബിക് ടെക്നിക്ക്, അതുപോലെ എന്താണ് ഇതിൻ്റെ നോളജ് അനാലിസിസിലൂടെ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും നോക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ബാക്ടീരിയയുടെ ഐഡൻറ്റിഫിക്കേഷനിലേക്ക് പോവുകയാണ്. നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നോക്ക്. അവിടെ എന്താ വരുന്നത്, ഡിറ്റക്ഷൻ ഓഫ് മോട്ടിലിറ്റി അല്ലേ, നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതായത് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എല്ലാം പഠിക്കാനുണ്ട്. സ്റ്റെയിനിങ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് സിമ്പിൾ സ്റ്റെയിൻ, ഗ്രാം സ്റ്റെയിൻ, AFP സ്റ്റെയിൻ അല്ലേ. നമുക്ക് ആദ്യം സ്റ്റെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിന് ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് +2 പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് സിമ്പിൾ സ്റ്റെയിൻ, ഗ്രാം സ്റ്റെയിൻ, AFP സ്റ്റെയിൻ, അതിന് ടെക്നിക്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സിഗ്നിഫിക്കൻസ്. ഇനി ബയോകെമിക്കൽ ടെസ്റ്റുകൾ നോക്കുമ്പോൾ ഓക്സിഡേസ്, കൊയാഗുലേസ്, കാറ്റലേസ് ആൻഡ് IMBSE. ഇനി സിറോളജിക്കൽ ടെക്നിക്സ് നോക്കുമ്പോഴത്തേക്ക് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, വിഡാൽ ടെസ്റ്റ്, പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ്, RPR, അതുപോലെ VDRL, ELISA ആൻഡ് PCR അല്ലേ. ഇത്രയും കാര്യങ്ങൾ. അടുത്ത നോക്ക്, നമ്മൾ ബാക്ടീരിയ വിട്ട് കുറച്ചുകൂടെ വലിയ ഓർഗാനിസത്തിലേക്ക് വരികയാണ്. എന്താണ് പാരസൈറ്റ്സ് അല്ലേ. പാരസൈറ്റ്സ് 2 മാർക്കിനാണ്. അതിനകത്ത് ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് മലേറിയ എന്താണ്, ഒരു പാരസൈറ്റിലെ മക്കളെ ആണ്. മലേറിയയുടെ ഡിസീസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതിൻ്റെ ഹോസ്റ്റ് ആര്, കാസേറ്റീവ് ഏജന്റ് ആര്, ടൈപ്സ് ഓഫ് മലേറിയ, തിക്ക് ആൻഡ് തിൻ സ്മിയർ പ്രിപ്പറേഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, സ്റ്റെയിൻസ് യൂസ്, നമ്മളത് മലേറിയ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെയിൻസ്, ലീഷ്മാൻ സ്റ്റേഡ്, ഫൈൽസ്, JSP എക്സെട്ര, അതർ മെത്തേഡ്സ്, കാർഡ് മെത്തേഡ്, QBC, ഇത്രയും കാര്യങ്ങളും നമുക്ക് മലേറിയയായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത് നോക്കാം നമുക്ക്. ഫൈലേറിയ എന്ന് പറയുമ്പോൾ എന്താണ്, മന്ദരോഗത്തിന് കാരണമാകുന്ന പാരസൈറ്റ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസീസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതിൻ്റെ അസുഖത്തെക്കുറിച്ച് പഠിക്കണം, അത് എങ്ങനെയാണ് പകരുന്നത് പഠിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റ് ആൻഡ് നൊക്ടേണൽ ഹാബിറ്റ്, ഹോസ്റ്റിൻ്റെ നൊക്ടേണൽ, രാത്രി മാത്രം കടിക്കുന്ന കൊതുക് അല്ലേ, അറിയാലോ. ഇനി ലാബ് ഡയഗ്നോസിസ്, വെറ്റ് സ്മിയർ എക്സാമിനേഷൻ, തിക് സ്മിയർ എക്സാമിനേഷൻ, കോൺസെൻട്രേഷൻ ടെക്നിക്സ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. നമുക്ക് ഫൈലേറിയയെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നോക്കാം. ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി, ഹിസ്റ്റോ ടെക്നോളജിയാണ് അടുത്ത 5 മാർക്കിന്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ടിഷ്യൂ പ്രോസസിംഗ് ആണ്, സ്റ്റെപ്സ് ഓഫ് ടിഷ്യൂ പ്രോസസിംഗ്, ഫിക്സേഷൻ ടെക്നിക്സ്, ഹിസ്റ്റോ കൈനറ്റ്, മൈക്രോടോംസ്, സ്റ്റെയിനിങ്, H&E സ്റ്റെയിൻ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹിസ്റ്റോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ സ്പെസിമെൻസ് നമ്മുടെ ടിഷ്യൂസ് ആയിരിക്കും. നമുക്ക് ഈ ക്യാൻസർ ഡയഗ്നോസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഡയഗ്നോസിക് സൈറ്റോളജി എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ ടൈപ്സ് ഓഫ് സ്പെസിമെൻ പ്രോസസിംഗ് ഫിക്സേഷൻ ഫിക്സറ്റ് ഈസ് യൂസ്ഡ് തന്നെയാണ് വരുന്നത്. മറ്റേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ആയി വരുന്നത്. അപ്പോൾ നമുക്ക് 50 മാർക്കിന് നമുക്ക് ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള എന്ത് പഠിക്കണം, നമ്മുടെ ഈ പറഞ്ഞ ലബോറട്ടറി ടെക്നിക്സിനെ കുറിച്ചുള്ള ഒരു അവബോധം പഠിക്കണം. ഇതെന്താണെന്ന് പറഞ്ഞാൽ വായും തുറന്ന് നിൽക്കാൻ പാടില്ല, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവബോധം മാത്രം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ലബോറട്ടറി ടെസ്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനിയാണ് ശരിക്കും നമുക്കുള്ള ടൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ വരുന്നത്. നമുക്ക് ആദ്യം ഫിസിക്സ് 15 മാർക്കിനാണ്. നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതേ സംഭവമാണ് ആവർത്തിച്ച് വരുന്നത്. നോക്കാം, ഒന്നാമത്തെ മൊഡ്യൂൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അല്ലേ. അവിടെ നമുക്ക് എന്തൊക്കെ പഠിക്കണം, സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് പഠിക്കണം. അതിനകത്ത് CGS, SI സിസ്റ്റം, മൾട്ടിപ്പിൾസ് ഓഫ് ആൻഡ് സബ് ടൈപ്സ് ഓഫ് യൂണിറ്റ്, പാരലാക്സ് മെത്തേഡ് അല്ലേ. നമുക്ക് അതിൻ്റെ എല്ലാം പ്രോബ്ലം അടക്കം പഠിച്ചിട്ട് പോകണം കേട്ടോ മക്കളെ, എന്നാലേ പറ്റുള്ളൂ. ഇനി അടുത്തത് കൈനമാറ്റിക്സ്, അതായത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈനിലും പ്ലെയിനിലും മോഷൻ വരുന്നതാണ് നമ്മുടെ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ഒരു സിലബസ് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഹെഡിങ്ങും അതുപോലെ ബാക്കിയുള്ള ഹെഡിങ്ങും എല്ലാം കൃത്യമാണ്. ഡൈനാമിക്സ് നോക്കിയാൽ നമുക്കറിയാം ലാസ് ഓഫ് മോഷൻ ആൻഡ് വർക്ക് എനർജി ആൻഡ് പവർ ആണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിക്കണം, ഇമ്പൾസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ പഠിക്കണം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിക്കണം, റീകോയിൽ ഓഫ് ഗൺ അങ്ങനെ പഠിക്കണം. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഫ്രിക്ഷൻ പഠിക്കണം, ലാസ് ഓഫ് സ്റ്റാറ്റിക് ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ പഠിക്കണം, ആംഗിൾ ഓഫ് റീപോസ്, മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിംഗ് ഫ്രിക്ഷൻ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക്, കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, പവർ, കൊളിഷൻ, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഡൈനാമിക്സിൽ ലാസ് ഓഫ് മോഷനിൽ പഠിക്കാനുള്ളത് അല്ലേ. ഓക്കെ, ഇനി അടുത്തതാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനും ഗ്രാവിറ്റേഷനും കുറിച്ച് പഠിക്കണം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും, അത് സെയിം ആയിരിക്കും അല്ലേ. ആംഗുലാർ മൊമെന്റത്തിനെതിരെ നമ്മൾ എന്തെങ്കിലും പവർ പ്രയോഗിച്ചില്ലെങ്കിൽ സെയിം ആയിരിക്കും, അതിനകത്ത് അത് കൺസർവ് ചെയ്യപ്പെടും. അതാണ് ലോ ഓഫ് മൊമെന്റം കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ എവിടേക്കാണ്, ടോർക്ക് അല്ലേ. ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെഗുലർ ബോഡീസ്, റിംഗ്, ഡിസ്ക്, സ്ഫിയർ ആൻഡ് സിലിണ്ടർ, തിയറം ഓൺ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, പാരലൽ ആക്സിസ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ്, കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് ബോഡീസ്. ഇത്രയും കാര്യങ്ങൾ വരുന്നത്. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ, G, ചെറിയ G അല്ലേ. അതുപോലെ ആൻഡ് ഇറ്റ്സ് വേരിയേഷൻ വിത്ത് ഡെപ്ത് ആൻഡ് ഹൈറ്റ്, ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്, എസ്കേപ്പ് വെലോസിറ്റി, കപ്ലേഴ്സ് തേർഡ് ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ്, റൊട്ടേഷണൽ മോഷനും ഗ്രാവിറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന കാര്യങ്ങളാണ്. ഇനി മൊഡ്യൂൾ 3 നോക്കാം. അതിനകത്ത് വരുന്ന മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ്. ഫസ്റ്റ് ഇലാസ്റ്റിസിറ്റി അല്ലേ. ഇലാസ്റ്റിസിറ്റി തന്നെ നമുക്ക് സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, മോഡുലേ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ് അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം അല്ലേ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിക്കാനുണ്ട്, ഫ്ലൂയിഡ് പ്രഷർ പഠിക്കാനുണ്ട്, പാസ്കൽസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്, സർഫസ് ടെൻഷൻ പഠിക്കാനുണ്ട്, വിസ്കോസിറ്റി, ബെർണോളിസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും ടെർമിനൽ വെലോസിറ്റിയും പഠിക്കാനുണ്ട്. ഇനി അടുത്ത ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലേക്ക് പോകുമ്പോഴത്തേക്കും പ്രിൻസിപ്പിൾസ് ഓഫ് മിക്സർ, സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. അതുപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക് പ്രോസസ്സ്, കാർനട്ട്സ് ഹീറ്റ് എഞ്ചിനെ കുറിച്ച് നമുക്ക് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് പഠിക്കാനുണ്ട്. ഇനി ഓസിലേഷൻ വേവിലേക്ക് പോകുമ്പോഴത്തേക്കും മക്കളെ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ. നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ പെൻഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. എന്ത് ചെയ്തിട്ടില്ലടാ ഉണ്ട്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സിനെ കുറിച്ച് പഠിക്കണം. വൈബ്രേഷൻ ഇൻ എയർ കോളം, ഓപ്പൺ പൈപ്പ് ആൻഡ് ക്ലോസ്ഡ് പൈപ്പ്, ബീഡ്സ് ആൻഡ് ഡോപ്ലർ എഫക്റ്റ്. ഇനി മൊഡ്യൂൾ 3 4 മാർക്കിനാണ്. ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമുക്കറിയാം, നമ്മൾ എന്താണ് കോളംസ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ്, ഗോസസ് തിയറം പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ കപ്പാസിറ്റൻസ് പഠിക്കുന്നു, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പഠിക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് നമ്മൾ ആദ്യം ഇത് ചീപ്പൊക്കെ മുടിയിൽ വരച്ച് നോക്കൂലേ, അതൊക്കെ തന്നെയാണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. അടുത്തത് ഇലക്ട്രോ ഡൈനാമിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ പഠിക്കണം. ഓംസ് ലോ, അതുപോലെ ഇലക്ട്രിക് കറണ്ട് ആൻഡ് കറണ്ട് ഡെൻസിറ്റി, കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം. റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് മൊബിലിറ്റി, അതുപോലെ പൊട്ടൻഷ്യോമീറ്ററും പഠിക്കണം. ഇനി മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ബയോട്ട് സർവാർട്സ് ലോ ഓർമ്മയില്ലേ പണ്ട് പഠിച്ചത് അല്ലേ. അതും അതിൻ്റെ ആപ്ലിക്കേഷൻസും പഠിക്കണം. അതിനോടൊപ്പം സർക്കുലർ കോയിൽ, സോളനോയിഡ്, ടൊറോയിഡ്, ഗാൽവനോമീറ്റർ അല്ലേ. ഗാൽവനോമീറ്റർ, അമ്മീറ്റർ, അതുപോലെ വോൾട്ട്മീറ്റർ, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഡയാമാഗ്നറ്റിക് ഉണ്ട്, പാരാമാഗ്നറ്റിക് ഉണ്ട്, ഫെറോമാഗ്നറ്റിക് ഉണ്ട് അല്ലേ. അറിയാം നമുക്ക്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് എന്തെന്ന് ചോദിക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC അല്ലേ. ഫാരഡേസ് ലോ പഠിച്ചിട്ടുണ്ട്. എഡീസ് കറണ്ട് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, സെൽഫ് ഇൻഡക്ഷൻ, AC ജനറേറ്റർ, അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോമർ, നമുക്ക് അതിൻ്റെ ഇത് അതിൽ വാട്ട്ലെസ് കറണ്ട് ആൻഡ് ക്യൂ ഫാക്ടർ ഓഫ് LCR സർക്യൂട്ട്, അതുപോലെ റിയാക്ടൻസ് ഓഫ് AC സർക്യൂട്ട്സ്, ഇത്രയും കാര്യങ്ങൾ. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആൻഡ് ഇറ്റ്സ് യൂസസ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം
അല്ലേ? നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും 4 മാർക്കിന് റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സിലേക്ക് പോകുന്നു മക്കളെ. നോക്കൂ, റിഫ്ലക്ഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്, റിഫ്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് അല്ലേ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമുക്കറിയാം അല്ലേ? ഒരുപാട് സാധനങ്ങൾ താങ്ങുന്നത് അതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിക്കണം, പവർ ഓഫ് എ ലെൻസ് പഠിക്കണം, കോമ്പിനേഷൻ ഓഫ് ലെൻസ് അല്ലേ, സ്കാറ്ററിംഗ് ആൻഡ് ഡിസ്പോഷൻ, മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കണം, ഇന്റർഫറൻസിനെ കുറിച്ച് പഠിക്കണം, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പഠിക്കണം, പോളറൈസേഷൻ ആൻഡ് മാലൂസ് ലാ ആൻഡ് ബ്രസ്റ്റേഴ്സ് ലായും പഠിക്കണം. അതുപോലെ അടുത്തത് മോഡേൺ ഫിസിക്സിലേക്ക് പോകുമ്പോൾ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. നോക്കുക, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മാറ്റർ വേവ്സ്, ബോസ് ആറ്റം മോഡൽ, സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, അതുപോലെ ഹാഫ് ലൈഫ് പീരീഡ് ആൻഡ് ന്യൂക്ലിയർ റിയാക്ടർ. ഇനി സെമി കണ്ടക്ടർ ഫിസിക്സിലേക്ക് പോകുന്നു. കൺസെപ്റ്റ് ഓഫ് എനർജി ബാൻഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്, കണ്ടക്ടർ, അതിനകത്ത് ഇൻസുലേറ്റർ വരുന്നത്, സെമി കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, ഡോപ്പിംഗ് അല്ലെ, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതുപോലെ ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ്, സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ് ആൻഡ് LED. ഇത്രയാണ് സെമി കണ്ടക്ടർ ഫിസിക്സിൽ വരുന്നത്. ഇനി അപ്പോൾ അത്രയും കാര്യം കഴിഞ്ഞ് നീ എന്താ പറയുന്നത്? കെമിസ്ട്രി 15 മാർക്ക് അല്ലേ? നോക്കൂ, ഒന്നാമത്തത് ഫിസിക്കൽ കെമിസ്ട്രി 5 മാർക്കിന് അല്ലേ? ഫിസിക്കൽ കെമിസ്ട്രി 5 മാർക്കിന്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, മോൾ കൺസെപ്റ്റ്, കാൽക്കുലേഷൻ, ഡെഫിനിഷൻ ഓഫ് മൊളാലിറ്റി അല്ലേ, സ്ട്രക്ചർ ഓഫ് ആറ്റം, അതിനകത്ത് ഡിഫറെന്റ് ആറ്റം മോഡൽസ്, റിദർഫോർഡ്, നീൽസ് ബോർ, കൺസെപ്റ്റ്സ് ഓഫ് ഓർബിറ്റൽസ്, ക്വാണ്ടം നമ്പർ, ഷേപ്പ് ഓഫ് SP ആൻഡ് D ഓർബിറ്റൽ, റൂൾസ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ലളിതമായിട്ട് നമ്മൾ ആദ്യം പഠിച്ചു വെച്ച കാര്യമാണ് കെമിസ്ട്രി അല്ലേ? ഓർമ്മയുണ്ടല്ലോ. അടുത്ത ഇക്വിലിബ്രിയം കൺസെപ്റ്റ് ഓഫ് pH, ഇലക്ട്രോ കെമിസ്ട്രി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്, അതിനകത്ത് ഗാൽവനിക് സെൽസ് വരുന്നുണ്ട് അല്ലേ? അതുപോലെ അതിന്റെ മറ്റൊരു പേര് പറയുന്നുണ്ട് വോൾട്ടായിക് ആൻഡ് ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. സർഫസ് കെമിസ്ട്രിയിൽ കൊളോയിഡ്സ് ആൻഡ് എമൽഷൻസ്, ടൈപ്സ് ഓഫ് കൊളോയിഡ്സ് വിത്ത് എക്സാമ്പിൾസ്, കൊളോയിഡ്സ് അറൗണ്ട്സ് അല്ലേ? നമ്മളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൊളോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വളരെ ലളിതമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും നോക്കാം, എന്താ വരുന്നത്? പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, മോഡേൺ പീരിയോഡിക് ടേബിൾ ആൻഡ് പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് table, periodic trends and properties and their variation along a group and period with reason, അതുപോലെ atomic radiant electronegativity. ഇനി അടുത്ത ഹൈഡ്രജൻ, ടൈപ്സ് ഓഫ് വാട്ടർ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ, കോസ് ഓഫ് ഹാർഡ്നെസ് ആൻഡ് റിമൂവൽ, ഹൈഡ്രജൻ പെറോക്സൈഡ്. വളരെ ലളിതമാണ്. ഓരോന്നും ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കും കേട്ടോ. അതുപോലെ S ബ്ലോക്ക് എലമെന്റ്സ് കുറിച്ച് പഠിക്കാനുണ്ട്. അതിനകത്ത് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സോഡിയം ആൻഡ് കാൽഷ്യം പഠിക്കാനുണ്ട്. ഇനി P ബ്ലോക്ക് എലമെന്റ്സ് പഠിക്കുമ്പോഴത്തേക്കും അല്ലോട്രോപ്സ് ഓഫ് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്, their structure and properties പഠിക്കാനുണ്ട്. കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ, അമോണിയ ആൻഡ് നൈട്രിക് ആസിഡ്, അതുപോലെ കോമ്പൗണ്ട്സ് ഓഫ് സൾഫർ, സൾഫ്യൂരിക് ആസിഡും പഠിക്കാനുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് D ആൻഡ് F ബ്ലോക്ക് എലമെന്റ്സും പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും ആകുമ്പോഴത്തേക്ക് ആ സാധനം കഴിയും. ഇനി എന്താണ് ഓർഗാനിക് കെമിസ്ട്രി 5 മാർക്കിന്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. അതിനകത്ത് IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഡിസ്റ്റിലേഷൻ, അതുപോലെ ക്രിസ്റ്റലൈസേഷൻ, സബ്ലിമേഷൻ. ഇനി ഹൈഡ്രോ കാർബൺസ്, നമുക്ക് ഹൈഡ്രോ കാർബൺസിൽ ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻസ്, ടെസ്റ്റ് ഫോർ ആൽക്കഹോൾസ്, ഫീനോൾസ്, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ്, ആൽക്കഹോൾ, ഇതെല്ലാം എളുപ്പമാണ് പഠിക്കാൻ അല്ലേ? ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഫോർമുല പഠിക്കാൻ പാടുണ്ട്, ടെസ്റ്റ് പഠിക്കാൻ എളുപ്പമാണ്. അതുപോലെ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, ഗ്ലിസറോൾ. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് വളരെ സിമ്പിളായിട്ട് പഠിക്കുന്ന കാര്യം നമ്മൾ അല്ലേ? പണ്ട് പഠിച്ചിട്ടുണ്ട്. കെമിസ്ട്രി ഇൻ ഫുഡ്, മെഡിസിൻ, ആന്റിസെപ്റ്റിക്, ആന്റിബയോട്ടിക്, ക്ലീൻസിങ് ഏജൻസ്, ബയോമോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, പോളിമേഴ്സ്, പോളിസ്റ്റെറീൻ, പോളിയൂറത്തീൻ, സിലിക്കോൺസ്, പോളികാർബൺസ് ആൻഡ് പോളിഈതർ, പോളിയസ്റ്റർ അല്ലേ? ഇത് നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് നമ്മൾ ഈസി ആയിട്ട് പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. ഇനി അടുത്ത ബോട്ടണിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, വളരെ ലളിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ടോപ്പിക്കുകൾ പഠിച്ചെടുത്താൽ മാത്രം മതി. നോക്കാം, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് ഫസ്റ്റ് വരുന്നത്. അത് സെൽ തിയറി പഠിക്കണം അല്ലേ? സെൽ തിയറി ആദ്യമായിട്ട് സെൽ തിയറി ആരാണ് ഫോർമുലേറ്റ് ചെയ്തത്? അതിൻ്റെ പ്രോ കാരിയോട്ട് ആരാണ്, യു കാരിയോട്ട് ആരാണെന്ന് പഠിക്കണം. ആരാണ് പ്രോ കാരിയോട്ട്, യു കാരിയോട്ട് അല്ലേ? വ്യക്തമായിട്ടുള്ള മെമ്പറൈനസ് സ്ട്രക്ചർ ആയിട്ടുള്ള എന്തുള്ളത്, മർമ്മം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആര്? പ്രോയാ യു പഠിച്ചു വെക്കണം കേട്ടാ. അതുപോലെ സെൽ ഓർഗനൈൽസിനെ കുറിച്ച് പഠിക്കണം, അതിൻ്റെ സ്ട്രക്ചർ ഫംഗ്ഷന് പഠിക്കണം. അത് അപ്പോൾ സെൽ തിയറി, ആ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് തീരും. ഇനി സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ പഠിക്കണം. ലളിതമായിട്ട് നമുക്ക് ഇന്റർഫേസ്, മൈറ്റോസിസ്, മിയോസിസ് അല്ലേ? അപ്പോൾ അതിനകത്തുള്ള ഓരോ ഫേസസ് പഠിക്കണം സെൽ ഡിവിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള. പിന്നെ എന്താണ്, നമുക്ക് ക്രമഭംഗവും ഊനഭംഗവുമാണ് മൈറ്റോസും മിനോസും. വ്യത്യസ്തമായ 2 തരത്തിലുള്ള സെൽ ഡിവിഷനുണ്ട്, അതും പഠിക്കണം. ഇനി മൊഡ്യൂൾ 2 നമുക്ക് റീപ്രൊഡക്ഷൻ ആണ്. നമുക്ക് അവിടെ റീപ്രൊഡക്ഷൻ ഓർഗാനിസംസ് എടുക്കുമ്പോഴത്തേക്കും ആദ്യം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അവിടെ നിന്നാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പഠിക്കുന്നത് അല്ലേ? നമുക്ക് എങ്ങനെയൊക്കെയാണ് വെജിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ കമ്പ് മുറിച്ച് നടും, മറ്റുള്ള കാര്യങ്ങൾ. സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിക്കണം. ഇവൻസ്, ഓവിപാരി ആൻഡ് വിവിപാരി പഠിക്കണം. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കാനുണ്ട്. സ്റ്റേമൻ, അതിനകത്ത് സ്റ്റേമൻ എന്താണ്, അതിൻ്റെ ധർമ്മങ്ങൾ എന്താ? മൈക്രോ
സ്പൊറാഞ്ചിയം എന്താണ് അതിന്റെ ധർമ്മങ്ങൾ, പോളൻ ഗ്രെയിൻസ് എന്തിനാണ്, അതിന്റെ എല്ലാം സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കണം അല്ലേ. ഇനി പിസ്റ്റില് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂൾ അല്ലെ, അതിന്റെ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കണം. പോളിനേഷൻ, അതിനകത്ത് പോളിനേഷനകത്ത് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് പഠിക്കണം. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പഠിക്കണം. ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിക്കണം. എൻഡോസ്പേം എന്താണെന്ന് പഠിക്കണം. എംബ്രിയോ എന്താണെന്ന് പഠിക്കണം. സീഡ് എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ അപ്പോമിക്സിസ് അല്ലെ, പോളിമിയോണി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കാനുണ്ട്. ഇനി അടുത്തത് എന്താണ്, ഹ്യൂമൻ വെൽഫെയർ അല്ലേ, ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ഒരു മാർക്കേ ഉള്ളെങ്കിൽ കൂടിയും സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, നമുക്ക് അനിമൽ ഹസ്ബൻഡറിയെ കുറിച്ച് കുറച്ചേ പഠിക്കാനുള്ളൂ നമുക്ക് അല്ലേ. മാനേജ്മെന്റ് ഓഫ് ഫാംസ്, ഫാം അനിമൽസ്, അനിമൽ ബ്രീഡിംഗ്, ബീ കീപ്പിംഗ്, ഫിഷറീസ് പ്ലാന്റ്, ഇത്രയും കാര്യങ്ങൾ. ഇനി എന്താണ്, ബ്രീഡിംഗ് ആൻഡ് ബയോഫോർട്ടിഫിക്കേഷൻ, സിംഗിൾ സെൽ പ്രോട്ടീനെ കുറിച്ച് പഠിക്കാനുണ്ട്. ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചും പഠിക്കാനുണ്ട്. കുഞ്ഞു കാര്യമാണ്, ഒരു മാർക്ക് എന്തായാലും തുറപ്പിക്കാം. ഇനി നോക്കാം നാലാമത്തെ മടികൾ ബയോടെക്നോളജിയാണ്. നോക്കാം അവിടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, അതിനകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി, ടൂൾസ് ഓഫ് റീകമ്പനന്റ് DNA ടെക്നോളജി, അതുപോലെ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്, ക്ലോണിംഗ് വെക്ടേഴ്സ്, പ്രോസസ് ഓഫ് റീകമ്പനന്റ് DNA ടെക്നോളജി, അതിനകത്ത് ഐസൊലേഷൻ ഓഫ് DNA വരുന്നുണ്ട്, ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ, ഇതെല്ലാം എൻ്റെ ബേസിക്സ് മാത്രമേ നിങ്ങൾക്ക് അറിയാമല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഓക്കെ, അതുപോലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസിലേക്ക് ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ അഗ്രികൾച്ചർ, അതുപോലെ മെഡിസിനിലുള്ള ആപ്ലിക്കേഷൻസ്, ട്രാൻസ്ജെനിക് അനിമൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എത്തിക്കൽ ഇഷ്യൂസ്, അതായത് ബയോടെക്നോളജി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ. ഇനി നോക്കാം അഞ്ചാമത്തെ പടിയിൽ എക്കോളജിയാണ്. അത് നോക്കാം അവിടെ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്, ഓർഗാനിസംസ് ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ് പഠിക്കാനുണ്ട്. എബയോട്ടിക് ഫാക്ടേഴ്സ് അതുമായി ബന്ധപ്പെടുത്തി അതിനെ ബാധിക്കുന്ന, അതുപോലെ റെസ്പോൺസ് ടു എബയോട്ടിക് ഫാക്ടേഴ്സും പഠിക്കാനുണ്ട് എന്ത് ഓർഗാനിസംസിന്റെ. ഇനി ഇത് അഡാപ്റ്റേഷൻസ് അല്ലേ, അതുപോലെ പോപ്പുലേഷൻസിനെ കുറിച്ച് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്, പോപ്പുലേഷൻ ഗ്രോത്ത്, ലൈഫ് ഹിസ്റ്ററി, വേരിയേഷൻ, പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അടുത്ത എക്കോസിസ്റ്റത്തിൽ പോകുമ്പോഴത്തേക്ക് എക്കോസിസ്റ്റത്തിലെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, അതുപോലെ പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, എക്കോളജിക്കൽ പിരമിഡ്സ് പഠിക്കാനുണ്ട് അല്ലേ, എക്കോളജിക്കൽ സക്സഷൻ, ഹൈഡ്രാക് സക്സഷൻ ആൻഡ് സിറാക് സക്സഷൻ അല്ലേ, അതുപോലെ ന്യൂട്രിയന്റ് സൈക്ലിംഗ് കൂടെ പഠിക്കാനുണ്ട്. ഇനി എൻവയോൺമെന്റൽ ഇഷ്യൂസ് എടുക്കുമ്പോൾ പൊല്യൂഷൻ, എയറും വാട്ടറും, അതുപോലെ ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, ഡീഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് അല്ലേ. അത്രയും കാര്യങ്ങൾ നമുക്ക് ബോട്ടണി നോക്കാനുള്ളത്. ഇനി സുവോളജി നോക്കാൻ വേണ്ടി നോക്കാം മക്കളെ. 10 മാർക്കിനാണ്. ആദ്യം ഹ്യൂമൻ ഫിസിയോളജിയാണ്, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്, പാർട്സ് ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റ് സിസ്റ്റം പഠിക്കാനുണ്ട്, മെക്കാനിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഡൈജഷൻ കൃത്യമായി പഠിക്കാനുണ്ട്. 2-3 ക്ലാസ് കൊണ്ട് തീരും അല്ലേ. അതിന് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, പാർട്സ് ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, മെക്കാനിസം ഓഫ് ബ്രീത്തിങ്, ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ ത്രൂ ബ്ലഡ് അല്ലേ. അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ നോക്കാം. സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹേർട്ട്, കാർഡിയാക് സൈക്കിൾ ആൻഡ് ECG പഠിക്കാനുണ്ട്. എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, എന്താണ് നമുക്ക് കിഡ്നിയെ കുറിച്ച് പഠിക്കണം. പ്രോസസ് ഓഫ് യൂറിൻ ഫോർമേഷൻ പഠിക്കണം. അതിന്റെ ഹോർമോൺ റെഗുലേഷനും ഫംഗ്ഷനും പഠിക്കണം. ഇനി ലോക്കോമോഷൻ നമുക്കറിയാം എന്താണ്, മസിൽസ് ആൻഡ് മെക്കാനിസം ഓഫ് കോൺട്രാക്ഷൻ, സ്കെൽട്ടൺ പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് ജോയിന്റ്സ്. ന്യൂറൽ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ കോർഡിനേഷൻ നോക്കാം. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, പാർട്സ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ, സ്ട്രക്ചർ ഓഫ് ഐ ആൻഡ് ഇയർ. ഇനി കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച് പഠിക്കാനുള്ള, അതുപോലെ ഹോർമോൺസിനും അതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിക്കണം. ഇനി ഹ്യൂമൻ റീപ്രൊഡക്ഷനെ പഠിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് മെയിലിന്റെ ഫീമെയിലിന്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ എന്താണ് അനാട്ടമി പഠിക്കണം. അതിന്റെ ഗാമീറ്റോജൻസ്, എങ്ങനെയാണ് ഗാമീറ്റ്സ് ഉണ്ടാകുന്നത് പഠിക്കണം. ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ഫംഗ്ഷൻസ് ഓഫ് പ്ലാസന്റ, എംബ്രിയോണിക് ഡെവലപ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇനി റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക് പോകുമ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, കോൺട്രാസെപ്റ്റീവ് പിൽസ് ആൻഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് അല്ലേ, ഏറ്റവും പുതിയ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഒരുപാട് വരുന്നുണ്ട്, അതും പഠിക്കണം. ഇനി ജെനറ്റിക്സിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താണ് ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ അല്ലേ, അവിടെ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ്, അവിടെ കോഡോമിനൻസ്, അതുപോലെ മൾട്ടിപ്പിൾ അലേൽസ്, അതുപോലെ ക്രോമസോമൽ ആൻഡ് മെന്റലിയൻ ഡിസോർഡേഴ്സ്, സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷനിൽ പഠിക്കാനുള്ളത്. ഇനി മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് നോക്കുമ്പോൾ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് DNA, സെൻട്രൽ ഡോഗ്മ, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ, DNA ഫിംഗർ പ്രിന്റ്, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ, അതുപോലെ മൊഡ്യൂൾ 3 ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ആണ് 1 മാർക്കിന്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് നോക്കൂ. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി അല്ലെ, ഇങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ. ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി, അലർജി, എയ്ഡ്സ്, ക്യാൻസർ. ഇനി അനിമൽ കിങ്ഡത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ഫൈല അല്ലേ, ഫൈല, പോറിഫെറ, സീലൻഡ്രേറ്റ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്ലിമിന്തസ്, അൻലിഡ, ആർത്രോപോഡ, മൊളസ്കാൻ്റെ, എക്കനോഡർമേറ്റ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കോഡേറ്റും പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഞാൻ പറഞ്ഞപ്പോൾ കുറേ ഉണ്ടല്ലേ, വളരെ ലളിതമായിട്ട് പഠിച്ചു തീർക്കാം. ഇനിയുള്ള സമയത്ത് നിങ്ങൾ കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിൽക്കണം, പറയുന്നത് പോലെ നിൽക്കണം, പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതാം. പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ നിലനിൽപ്പിനെതിരെയുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് പല
പലപ്പോഴും നിങ്ങൾ കാണുന്നത് പരീക്ഷകൾ പലപ്പോഴും ഒരിക്കലും ഒരു പരീക്ഷയും പ്രത്യേകിച്ച് സഹകാരി നടത്തുന്ന ഒരു പരീക്ഷയും നിങ്ങളുടെ നിലനിൽപ്പിനെതിരെയുള്ള വെല്ലുവിളിയല്ല, നിങ്ങളുടെ ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഓരോ എക്സാമിനേഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഗുളിക കഴിക്കുന്നത് പോലെ പരീക്ഷ എഴുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് വരണം എന്ന് ഞാൻ പറയുന്നത്. ഏകദേശം ഇതേ സിലബസ് തന്നെ ആവർത്തിച്ച് വന്നിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ ഡയറിഫൈ ഇൻസ്ട്രക്ടർ പരീക്ഷ നമ്മുടെ പിള്ളേർ 1ാം റാങ്ക് അടക്കം ക്രാക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പരീക്ഷകൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയുള്ള സ്ട്രാറ്റജി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പിന്നെ എടുത്തു പറയുന്നത്. അവസാനം വരെയും കണ്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു അവബോധം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വന്ന് ഞാൻ കരുതുന്നു. ഈ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പരീക്ഷ കാത്തിരിക്കുന്ന ഡയറിഫൈ ഇൻസ്ട്രക്ടർ പരീക്ഷയാണ്. കഴിഞ്ഞ ഡയറിഫൈ ഇൻസ്ട്രക്ടർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള വാട്ടർ അതോറിറ്റി ലാവസ്റ്റിനും നമ്മുടെ പിള്ളേർ തൂക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാനുള്ള അവസരം കൂടെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം മക്കളെ. അപ്പോൾ എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഒരു കാരണവശാലും മടി വിചാരിക്കാതിരിക്കുക. സൗജന്യ വെബിനാർ പങ്കെടുക്കാം കേട്ടോ. വെബിനാർ പങ്കെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ധാരണ കിട്ടും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. എന്നിട്ട് ഒരുമിച്ച് ഒരു ടീമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ തരുന്നു. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സക്സസ് സ്റ്റോറി, നിങ്ങളുടെ അമ്മയും അച്ഛൻ്റെയൊക്കെ സന്തോഷം കാണാൻ വേണ്ടി നിങ്ങൾ അഡ്വൈസ് നമ്മൾ വാങ്ങിച്ച് കൈ ഇരിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം ഒരു കണ്ണുനീരായിട്ട് ഇങ്ങനെ ഉള്ളിൽ വിങ്ങുന്നുണ്ടായിരിക്കും. നിങ്ങളെക്കുറിച്ച് അഭിമാനം കൊണ്ട് തുളുമ്പുന്നുണ്ടായിരിക്കും. ആ തുളുമ്പുന്ന ആ നിമിഷം കാണാൻ വേണ്ടി സഹകാരി അവിടെ ഉണ്ടാവും. ആ ഒരു നിമിഷമാണ് നമ്മുടെ പ്രാർത്ഥന. ആ ഒരു നിമിഷം സ്വപ്നം കാണുക. നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.